പുതുവർഷത്തിൽ ISROയുടെ അഭിമാന നേട്ടത്തിൽ പങ്കാളികളായി തിരുവനന്തപുരം LBS എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥിനികൾ. PSLVയുടെ 60ാമത്തെ വിക്ഷേപണമായ എക്സ്പോസാറ്റ് ഭ്രമണപഥത്തിലെത്തുമ്പോൾ തിരുവനന്തപുരം LBSലെ വിദ്യാർത്ഥികളും ദൗത്യത്തിന്റെ ഭാഗമായി 5 വർഷം മുൻപ് തുടങ്ങിയ ആശയം നടപ്പിലാക്കിയ അഭിമാനത്തിലാണ് LBSലെ വിദ്യാർത്ഥിനികൾ. प्रयोग के लिए तैयार किया गया है। इस मंच से कई कक्षाएं स्थितियां प्राप्त होते ही उपग्रह 650 किलोमीटर से 350 किलोमीटर की कक्षा पर लाया जाएगा। രാജ്യത്ത് സ്ത്രീകൾ നിർമ്മിച്ച ആദ്യത്തെ ഉപഗ്രഹമായ വിസാറ്റ് ഇന്ന് ചരിത്രത്തിന്റെ ഭാഗമായിരിക്കുകയാണ്. തിരുവനന്തപുരം LBS എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥിനികളാണ് വിസാറ്റിന്റെ പിന്നിൽ പ്രവർത്തിച്ച പെൺകൈകൾ. പുതുവർഷത്തിൽ ISRO ഒരു പുതിയ തുടക്കം കുറിക്കുമ്പോൾ രാജ്യത്തിന് തന്നെ അഭിമാനമാണ് ഈ വിദ്യാർത്ഥിനികൾ. PSLVയുടെ 60ാമത്തെ വിക്ഷേപണമായ എക്സ്പോസാറ്റ് ഭ്രമണപഥത്തിലെത്തിയപ്പോൾ വിസാറ്റും ലക്ഷ്യസ്ഥാനത്തെത്തിയ സന്തോഷത്തിലാണ് ഇവരും. വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട് ഈ മൊമെന്റിൽ വിസാറ്റ് സ്പേസിലെത്തി എന്ന് അറിഞ്ഞതിൽ. അതോടൊപ്പം നന്ദിയാണ് തോന്നുന്നത് കുറേ ആൾക്കാരോട് ഇതിനെ സപ്പോർട്ട് ചെയ്ത് ഇതിനെ മോട്ടിവേറ്റ് ചെയ്ത എല്ലാ ആൾക്കാരും ആൻഡ് എൻറ്റയർ ഗേൾസിന്. ഈ ഒരു 150 ഗേൾസോളം ഉണ്ടായിരുന്നു ഈ എൻറ്റയർ ടീമിൽ. ഏകദേശം 5 വർഷത്തോളം വർക്ക് ചെയ്ത ഈ ടീമിനോടുള്ള നന്ദി അറിയിക്കുകയാണ്. കഴിഞ്ഞ കൊറോണ കാലത്താണ് LBS വനിതാ എഞ്ചിനീയറിംഗ് കോളേജിലെ ഇലക്ട്രോണിക്സ് അധ്യാപികയായ ഡോക്ടർ ലിസി എബ്രഹാമിന്റെ നേതൃത്വത്തിൽ കോളേജിലെ സ്പേസ് ക്ലബിന്റെ സഹകരണത്തോടെ വിമൻ എഞ്ചിനീയർഡ് സാറ്റലൈറ്റ് അഥവാ വിസാറ്റ് പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനത്തിൽ അൾട്രാവയലറ്റ് കിരണങ്ങളുടെ സ്വാധീനം കണ്ടെത്തുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. ജനം, തിരുവനന്തപുരം.